ഇതാട്ടോ ലാൻഡിങ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെയാണ് ലാൻഡാണത്. ജയേഷ് വരുന്നുള്ളൂ. ഇവിടെ നിന്നാണ് ഫ്ലൈ ചെയ്ത് വരുന്ന ഏരിയ ഉണ്ടോ, അതാണ് ലാൻഡ് ചെയ്യണത്. അതാണ് വരുന്ന ഏരിയ. ജയേഷ് ഇതുവരെ എത്തിയില്ല കേട്ടോ. അപ്പോൾ ജയേഷിനെ വെയിറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. കളിയും കുറച്ചും ടൈം എടുക്കുന്നു തോന്നുന്നുണ്ട്. എനിക്ക് ശേഷം ഒരു 3 ആൾക്കാർ കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവന് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൂടി അവനെ വെയിറ്റ് ചെയ്യേണ്ടി തോന്നുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാനൊരു ബ്ലാക്ക് ടീ ഓർഡർ ചെയ്ത് ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ടാണ്. പിന്നെ പുള്ളിക്കാരനൊരു മാഗി. വെരി ഗുഡ് ആക്ച്വലി.
ഇപ്പോഴും എയർ തന്നെയാണല്ലോ കേട്ടോ. നല്ല ക്ലൗഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആക്ച്വലി അവൻ ലാൻഡ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണം കരുതി, ഞാൻ എത്തിയില്ലെത്തുന്നതിന് മുന്നേ ലാൻഡ് ചെയ്ത് പോയി. ഓക്കെ ജയേഷ്, ഇതാണ് ജയേഷ്. ലാൻഡ് ചെയ്യുന്ന ടൈമിൽ വീഡിയോ എടുക്കാൻ കരുതി വിട്ടുപോയി. കുഴപ്പമില്ല, അവരേൽ വീഡിയോ ഉണ്ടാവും. ണ്ടോ ഒരു രക്ഷയില്ല, ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി പ്ലേസ് ആണ്. മാക്സിമം ഇവിടെ നിന്ന് ഇങ്ങനെ മാറി നിൽക്കണുണ്ടോ, അല്ലെങ്കിൽ തലയിൽ കൂടെയൊക്കെ വന്ന് വീഴും. പക്ഷെ ഒരു രക്ഷയില്ല, ഭീകര സ്ഥലമാണ്. അങ്ങനെ ഒഴിഞ്ഞ ഏരിയ ആണ്, ലാൻഡ് ചെയ്യാൻ പറ്റിയ സേഫ് ആയിട്ടുള്ള ഏരിയ കേട്ടോ. അടിപൊളിയാകുമ്പോൾ അങ്ങനെ അളിയാനാക്കണം അവിടെ. അതേക്കണ് ജയേഷോടെ ആക്കണ് സാധനം റിമൂവ് ചെയ്ത് കണ്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരും. പിന്നെ അവനെന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കാം. നമ്മള് പിന്നെ പാറാഗ്ലൈഡിങ് അവിടുന്ന് ഒരു ഹൈവേസിൽ കയറിയിട്ട് പോയിക്കൊണ്ട് കാണാം. പിന്നെ അവരുടെ ഓഫീസിലോട്ട് പോയിക്കൊണ്ട് കാണാം. ജയേഷൻ കൂടെ കൊള്ളാം. അവിടെ കുറെ പിള്ളേരുണ്ട് കേട്ടോ, ഒരേ വൈബാണ്. സ്ഥലങ്ങളോ ഇവിടെ രക്ഷയിലോട്ട് അടിപൊളി വൈബ് സ്പോട്ടാണ്. അതിനകത്ത് മാക്സിമം നമ്മുടെ ഓഫീസിൽ അങ്ങനത്തെ വണ്ടിയാണ് ബൈസ് മാനുവല്. മാക്സിമം ആൾക്കാർ കുത്തി നിറച്ചിട്ടുണ്ട്. അടിപൊളിയാണ്, സൂപ്പർ വ്യൂലാട്ടാകുമ്പോൾ അടിപൊളി. ഫുൾ ഓഫ് റോഡ്, ഏസിനകത്ത് ഓഫ് റോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഒരേ പൊളി. ഇതാട്ടോ പാരാഗ്ലൈഡിങ്ങിന്റെ ഓഫീസ്. ഈ കാണാണ് അവരുടെ ബോർഡ്. ഇതാട്ടോ ഓഫീസ് ആകുമ്പോൾ ഓപ്പൺ സ്കൈ പാരാഗ്ലൈഡിങ്. ഇതാണ് അവരുടെ ഓഫീസ്. ഇതാണ് പൊക്കാറ ടൗൺ റെഡി കാണുന്നത്. നമ്മളെ പിന്നെ കേബിൾ കാറിൻ്റെ അവിടെ എത്തിയിട്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവിടുത്തെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പേ ചെയ്തു. ഞാൻ ആ ചക്കൻ എന്തെങ്കിലും കൊടുക്കണം കരുതി, പക്ഷേ അവൻ ജസ്റ്റ് ഈ കറക്കണേയും തിരിക്കാനൊക്കെ അഡീഷണൽ കാശ് വാങ്ങിയിട്ടിരുന്നു. പിന്നെ ഞാൻ കൊടുത്തില്ല. കൊടുക്കണം കരുതി കേട്ടെന്ന് പിന്നെ ആൾ പോയി. കുഴപ്പമില്ല. എന്നത് കൊടുക്കാതെ അത് വെച്ചാൽ കയ്യിൽ കാശില്ല. ആകെ 500 ആയിരത്തുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും എമർജൻസി കേസ് എന്നാൽ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അത് കാരണം കൊടുത്തില്ല. പക്ഷെ കുഴപ്പമില്ല, അവൻ എന്തായാലും കിട്ടലെല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരു നല്ലൊരു എമൗണ്ട് അതിന് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. സോ അവനും ഹാപ്പി, ഞാനും ഹാപ്പി. ഇവിടെ ടാറ്റേൻ്റെ EV ഉണ്ട്, അത് ചെക്ക് ചെയ്യാൻ ചെക്കാം. എന്താ അവിടെ ടാറ്റയുടെ EV ചാർജിങ് സ്റ്റേഷൻ. അളിയും EVയുടെ എഞ്ചിനീയർ കേട്ടോ. അതുകൊണ്ടാണ് EV ടെലമാറ്റിക് പ്ലസ് എനർജിയുടെ എഞ്ചിനീയറാണ്. അതാണ് ഇത് കണ്ടപ്പോൾ അളിയങ്ങനെ നോക്കണത്. സോ അത് ടാറ്റയുടെ ബോർഡ്. അതാട്ടോ കേബിൾ കാറിൻ്റെ എൻട്രൻസ് ആണ്. താഴത്ത് നിന്ന് മേലേക്ക് പോകണം നമുക്ക്. ഇതാണ് നമ്മൾ കാണുന്ന ബിൽഡിങ് കേബിൾ കാറിൻ്റെ. സോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം നമ്മൾ. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ മേലെ പോവുക. അവിടെ നമ്മളൊരു ബൈക്ക് വെച്ചിട്ടുണ്ട്. ആ ബൈക്ക് എടുത്താണ് നേരെ ഈ പാരാഗ്ലൈഡിങ്ങിൻ്റെ അവിടെ പോയിട്ട് അവിടുന്ന് 2 ബൈക്ക് ആയിട്ട് തിരിച്ച്. പിന്നെ കുറച്ച് ടാസ്ക് പറ്റിയിട്ടുണ്ട് ബൈക്കിന്, അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. അപ്പം അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തത്. ഈ ബൈക്കിന് ബൈക്ക് പറ്റിയോണ്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈം കിട്ടിയിരുന്നു. സോ ടയർഡ്. ഫുഡൊന്നും കഴിക്കുന്നില്ല. ഞാൻ വയറ് സീനായിട്ട് മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഇത് ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഈ കാണുന്ന ടിക്കറ്റ് എടുക്കണമെങ്കിൽ കാറിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറിട്ടോ പേയ്മെൻ്റ് ഒക്കെ ചെയ്താൽ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ബോത്തല്ല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു 1 വേ മാത്രം മതിയല്ലോ. അങ്ങോട്ട് പോകുന്നു, ബൈക്ക് എടുക്കുന്നു, പോകുന്നു. ഇത് നല്ല കേട്ടോ. മറ്റേ ചുറ്റി പോകണമെങ്കിൽ ഒരുപാട് കിലോമീറ്റർ ഉണ്ട്. കേബിൾ കാറിൻ്റെ ഏരിയ നമ്മൾ ഇന്നലെ എടുത്തതെന്ന വീഡിയോ. ഇതാണ് അവരുടെ എൻട്രൻസ്. ഇവിടുന്ന് കയറിയിട്ട് നേരെ മേലേക്ക് പോകും. നല്ല ടയർഡായിട്ട് രക്ഷയില്ല, അന്യായ ടയർഡായിട്ട്. ഭയങ്കര സൗണ്ട് ഉണ്ടപ്പോൾ ഈ മോട്ടറിൻ്റെ. സോ കേബിൾ കാറിൽ കയറിയിട്ട് എന്തായാലും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അന്ന് കുറച്ചുകൂടി ക്ലിയർ ആണ്. എന്നാലും കുറച്ച് മഴയും പോകൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും കേബിൾ കാറിൽ കയറിയിട്ടുണ്ട്. കേബിൾ കാർ സൈഡിൽ കൂടി പോണ്. കേബിൾ കാറിൽ കയറി നല്ല ഇവിടെ വിൻഡൊക്കെ ഓപ്പൺ ആയിട്ട് ടോപ്പിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇന്നലെ ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു, മഞ്ഞും മഴയും കാരണം. സോ ഹാപ്പി. പിന്നെ ഇവിടുന്ന് കുറച്ച് പൊന്തി കഴിഞ്ഞപ്പോൾ ഇന്നലെ നമ്മൾ ഫുൾ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. ഇതിലോട്ട് പോയിട്ട് രണ്ടാമത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് 3-ാമത്തെ വട്ടം. സോ നല്ല ക്ലിയർ വെതറാണ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണാൻ പറ്റണ്ട. ബാക്ക് ഇങ്ങോട്ടുള്ള വ്യൂ ഉണ്ടോ. അപ്പോൾ അങ്ങനെ സംഭവം അടിപൊളിയാണ്. പാരാഗ്ലൈഡിങ്ങിൻ്റെ വീഡിയോ എൻ്റെ ക്യാമറയിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തേനെ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ കറക്റ്റ് പൊസിഷൻ കാണിക്കുക. ഞാൻ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വിഷ്വൽ കറക്റ്റ് കിട്ടും.
പക്ഷെ അതൊരു കസാല പോലെ ഇങ്ങനെ ഇരിക്കുക ചെയ്യും ഇങ്ങനെ. അപ്പൊ ഇതിന്റെ നെഞ്ചത്ത് ഇവിടുന്ന് ഫുൾ ക്ലോസാ. അപ്പൊ അതിൽ ഇത് ഇങ്ങോട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ വ്യൂ ഇല്ല, ചുരുക്കം പറഞ്ഞാൽ ആ വ്യൂ ഇല്ല. അത് ഫസ്റ്റ് ടേക്ക് ഓഫും, അതായത് നമ്മൾ ഇറങ്ങുന്ന ടൈമിലും പിന്നെ തിരിച്ച് ലാൻഡ് ചെയ്യുന്ന ടൈമിലും മാത്രം ഫോട്ടോജ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതിൽ ഫുള്ള് ഇതിൻ്റെ ഈ ഇവിടെ കുറെ ഇവരുടെ കുറെ ചരടും മാങ്ങയും ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതും പിന്നെ ആ ഒരു മേലക്കൽ വ്യൂ മാത്രമേ ഉള്ളൂ. അതിനുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കണ കിട്ടണമെന്നുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ നല്ല വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യും. എനിക്കാനെ കട്ട് ചെയ്ത് കളയണമെങ്കിൽ ഇതുണ്ട്. സോ അങ്ങനെ. പക്ഷെ അവരുടെ ക്യാമറ ഉണ്ട്, അതിനകത്ത് എല്ലാം കിട്ടിയിട്ടുണ്ട്. അടിപൊളി വീഡിയോസ് എല്ലാം കിട്ടിയിട്ടുണ്ട്, ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. പക്ഷെ കണ്ടിന്യൂ ആയിട്ട് കിട്ടിയില്ല. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് റെക്കോർഡ് ചെയ്ത പോലെ കണ്ടിന്യൂ ഇല്ല. ഇതിന് കയ്യമ്മ വെക്കുന്ന സാധനം ഉണ്ട്, ഇത് വെക്കണേ. ഞാൻ പറ്റ വിട്ടു. അത് വയർ കുറച്ച് സീനായിട്ട് ആയതുകൊണ്ട് ബ്രെയിനും മരിക്ക് വർക്കിംഗ് ഇല്ലാതെ ഉണ്ടാകാൻ വേണ്ടി. സോ നമ്മൾ തിരിച്ച് ഇതാ മേലോട്ട് എത്തി തുടങ്ങിട്ടോ. ഏറ്റവും ടോപ്പിൽ എത്തിയില്ല, കുറച്ചും കൂടി പോയി ഞാൻ ടോപ്പിൽ എത്തും. ടോപ്പൊന്നുമല്ല, വ്യൂ കണ്ട മക്കളെ, ഒരു രക്ഷയില്ല, ഭീകര വ്യൂ കേട്ടോ. ടോപ്പ് ഈ കാണുന്നതാണ് ടോപ്പ്. ഇവിടെ എത്തിയിട്ടില്ല, താഴത്തേക്കുള്ള വ്യൂ ഉണ്ടല്ലോ, ഭീകരമായിരിക്കും, ഭീകരം. ഞാനുണ്ട് ഹൈറ്റ് കൂടുന്തോറും കണ്ടോ. ഇന്നലത്തെ ആണെങ്കിലും കുറച്ചുകൂടി ക്ലീൻ വെതർ ആയണ്ടേ നല്ല ഭംഗിയില്ലേ കാണാന്, ഒരു രക്ഷയില്ലേ. തര ലേക്ക് ഇതിന്റെ ഈ പാരാഗ്ലൈഡിങ് ഈ ഏരിയയിൽ അല്ലല്ലോ, ഇതല്ലല്ലേ ഏരിയ അല്ലല്ലോ, പാരാഗ്ലൈഡിങ്ങിന്റെ ഏരിയ അതല്ലല്ലോ, കാണണല്ലോ, അതപ്പുറത്തല്ലേ. റൈറ്റ് ഈ ഭാഗത്തുണ്ട് പാരാഗ്ലൈഡിങ്ങിന്റെ ഏരിയ. ഇതാണ് ഏരിയ. ഏകദേശം സ്റ്റിൽ നമ്മൾ എത്തിയിട്ടില്ല. ഇതിന്റെ സെൻട്രലുണ്ട് ഹെവി കണ്ടു തൂണ് ചെയ്തിക്കണൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് കണ്ടോ. ടാറ്റ ആയിരിക്കും സ്റ്റീൽ കൊടുക്കണം, അല്ലെങ്കിൽ ടാറ്റയുടെ ബോർഡ്. ഇവിടെ നിന്നാണ് അതിനകത്ത് ആൾക്കാരൊക്കെ കിട്ടുക. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ കാണുവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് അങ്ങനെ പോയി നമ്മൾ ഏകദേശം മേലെത്തി. ഈ കാണുന്നുണ്ടോ തടാകം ഉണ്ടോ, ആൻഡ് അന്യ വ്യൂ ഇല്ല, ഒരു രക്ഷയില്ല, ഭീകരം. ഇതുകൊണ്ട് മെയിൻ ടൗണിൽ കാണുന്നത് പൊക്കാറ, ഒരു രക്ഷയില്ലല്ലേ, ഭീകരം. ഫൈനലി നമ്മൾ ഏകദേശം ടോപ്പിലെത്തിട്ടോ. ടോപ്പിൽ ഇങ്ങനെ എത്തിയിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചത്. ഇങ്ങനെ എത്തുമ്പോൾ തിരിച്ച് ഞാൻ ക്യാമറ പിടിക്കാം. അന്യായിരിക്കും. ഇവിടെ ഒരു ഹൈറ്റ് സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു ഇരിക്കാൽ സെറ്റപ്പൊക്കെ ഉണ്ട്, ചില്ല് ചെയ്തിരിക്കുകയാണ് ആള്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതാണ് ഹൈറ്റ്. യെസ്, ചെവി പൊട്ടിടച്ചിട്ട്. അപ്പോൾ ഇതാണ് ടോപ്പ്. ഞാനുണ്ട് മ്യാരകം, ഒന്നും പറയല്ലോ, മ്യാരകം. ഞാൻ സ്റ്റാർട്ട് അവിടുന്ന് ഇങ്ങനെ ക്യാമറ പിടിക്കാൻ കുറച്ചുകൂടി ഇവിടെ കിട്ടിയെന്നല്ലേ. എനിവേ ഇതാണ് ഞാൻ അടുത്ത മേലക്ക് പോയി കൊടുക്കുക നമ്മള്. അതാണ് ഏറ്റവും ഹൈറ്റ് ഉള്ളത്. താഴത്ത് കണ്ടോ കൃഷികളൊക്കെ, നല്ല ക്ലീൻ വെതർ ആയതുകൊണ്ട് അടിപൊളിയിട്ട് കാണാൻ പറ്റും. ഇതിന്റെ മേലെന്ന് ഈ ഗ്ലാസ് ഇതൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് ഇതിന്റെ മേലെ കൂടി ഇല്ല, ഇതിന്റെ ഒരു വൈബ്രേഷൻ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ടോ കേട്ടോ. വീടുകളെ കണ്ടടിയിൽ അവരങ്ങനെ നമ്മൾ എത്താനായിട്ട് ബേക്കറി കാണാണ്. അടിപൊളിയില്ലേ, ചോളം കണ്ടടിയിൽ, ചോളത്തിന്റെ സത്യം പറഞ്ഞ ഇന്നലത്തെ അടിപൊളിയില്ലേ, നല്ല ക്ലിയർ വെതറായപ്പോ വ്യൂ കാണാനുള്ള രസമുണ്ട്. അടിപൊളി. ഫ്ലൈങ് വേറെ ലെവലിൽ ഒന്നും പറയാനില്ല. 1500 ഫീറ്റാണ്, അതായത് 1500 ഫീറ്റാണ് നമ്മൾ ഫ്ലൈ ചെയ്തത് ഹൈറ്റിൽ. സോ അതൊക്കെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ വീഡിയോ ഉണ്ട്, അവരുടെ ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാം. സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ്, ഷെയർ. നമ്മള് പിന്നെ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ഏരിയയിൽ എത്തിയിട്ടോ. തിരിച്ച് ബൈക്ക് എടുക്കാൻ വേണ്ടി ജയേഷിൻ്റെ വണ്ടിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാൻ വണ്ടി റെഡിയാക്കണം. വണ്ടിയൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചാടിയ ഏരിയ കാണിച്ചു തരാം കേട്ടോ. അന്നോടത്താണ് നമ്മൾ ജമ്പ് ചെയ്ത് ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പോയത്. ഇതട്ട് ഏരിയ നടന്നിങ്ങനെ പോകണം. ഇതിലിങ്ങനെ നടന്നിട്ട് ഈ പണോട് നടന്നിട്ട് ഇങ്ങനെ പോകണം മേലേക്ക്. ഇതാണ് ഫ്ലൈയിങ് ഏരിയ. സോ ഫീൽ ഗുഡ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ തന്ന എല്ലാ സ്ക്രൂ അവിടെ കിട്ടാ. അങ്ങനൊന്നും പറയരുത്. നിങ്ങൾ എക്സ്ട്രാ അവിടെ എനിക്ക് കയറ്റി കാണും ഉള്ളിൽ. ഇതാ ഇവിടെ ഇവിടെ സെപ്പറേറ്റ്
ഞാൻ അയച്ച 2 എണ്ണം ഞാൻ ഇവിടെ വെക്കാന്ന് വിചാരിച്ചു. മനസ്സിലായോ? പറഞ്ഞോ എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് അവസ്ഥ? വണ്ടി കൊണ്ട് തള്ളിയിട്ട് വണ്ടി കൊണ്ട് ഞാൻ തള്ളിയിട്ട് ഇത് കണ്ടന്റിന് വേണ്ടി പറയുന്ന കേസാണ്. മനസ്സിലായോ? ഒട്ടും ശ്രദ്ധയില്ല, കൊണ്ടുപോയി തള്ളിയിട്ട് പൊട്ടിച്ച്. ഇത് അമ്മളുടെ വണ്ടി കേട്ടാ, ഇത് അമ്മളുടെ വണ്ടിയാണ്. എന്റെ വണ്ടി അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. അമ്മളുടെ വണ്ടിയാണ്. ഇങ്ങനെ എന്താ ചെയ്യാ? അമ്മൽ എക്സ്പൾസ് ഒക്കെ ഓടിക്കേണ്ട പേര് മാത്രമേ ഉള്ളൂ. വേണ്ടല്ലേ? അമ്മൽസിന് പണി അറിയാൻ കാരണം, അമ്മളുടെ പണി അറിയാവുന്ന കാരണം ഇപ്പൊ നമുക്ക് പരിപാടി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇവന്മാർക്ക് പൈസ കൊടുക്കണ്ടേ? ഇവന്മാർക്ക് പുള്ളി തിരക്കാണ്. അപ്പൊ നൈസായിട്ട് നമ്മള് എന്തൊക്കെ കഷ്ടപ്പാടാ. സ്കില്ലുണ്ട്, ഇങ്ങനെയാണ് നമ്മളവിടെ പോയി പെടൂല. അതാണ് നമുക്ക് സ്കില്ലുള്ള കാരണം കുറച്ച് കൂടുതൽ അഹങ്കാറുണ്ട്. പക്ഷെ എന്നാലും എന്താ ചെയ്യാം? ഞാനാണിപ്പോ സൈഡ് ടെക്നീഷ്യൻ. ഇങ്ങനെ കസാലിൽ കാണാം, നമ്മളെ കയറി പണിയൊന്നും പോല. അതാണ് ഞാൻ. എന്താ ചെയ്യാ? പണി നമുക്ക് ആവാനായി. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇത് ചെയ്തിട്ടോ, ഫുള്ള് ഫിറ്റ് ചെയ്ത്, ഒടിഞ്ഞ സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് ചെക്കൻ കൊണ്ടുപോയി തള്ളിയിട്ട് അതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ കരുതി. ഞാൻ മറന്നുപോയി. ഇതൊക്കെ പൊട്ടിപ്പോയിരുന്നു. ഇത് പൊട്ടിപ്പോയതായിരുന്നു. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പ്ലാസ്റ്റിക്കില്ല, അത് ഇന്നേ വരെ ആരും പൊട്ടിയിട്ടില്ല. അതും പൊട്ടിച്ച് ഇതുണ്ടോ, ഇതൊക്കെ പൊട്ടി. കാറ്റടിച്ച് പോകാൻ പറയണേ, കൊണ്ടുപോയി തള്ളിയിട്ടിട്ടേ. എൻ്റെ വണ്ടിയൊക്കെ ഉണ്ടോ, നിന്റെ വണ്ടിൻ്റെ കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നാണക്കേടാ. ഇത്രയും ഡയലോഗ് അടിച്ചാണ്. ഇതാണ് ആകുമ്പോൾ ഇവിടെ എന്താണ് NGM ഹീറോ മോട്ടോർ സ്പോർട്സ്. ഇതാണ് ഒരു ഷോറൂം. ഇവിടെ സ്പെയർ പാർട്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടിയൊക്കെ പണിഞ്ഞ് സെറ്റായി. ഞാൻ തന്നെ ഉണ്ടോ പണിഞ്ഞ് സെറ്റായി. നേരെ റൂമിൽ കൂടെ അല്ലേ, എന്താ പരിപാടി? അതെന്തെങ്കിലും കഴിക്കാൻ പോട്ടെ, എന്നിട്ട് നേരെ റൂമിൽ പോയിട്ട് കടന്നുറങ്ങാം. വണ്ടി കൊണ്ടുവന്നു നിർത്തി. അതാണ് പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഇത്രേ ഉള്ളൂ. ജയേഷ് ഇവിടെ നിന്ന് കുളിച്ചാണ്ട് ഇറങ്ങിട്ടോ. ചാട് പോയി സ്ലോ മോഷൻ എടുക്കാം. ജമ്പി അല്ലേ, ആളുണ്ട് പോയി ഭയങ്കര. ഇവിടെ ആളല്ല. ജയേഷ് നമ്മള് വെള്ളത്തിൽ കയറിട്ടോ. തണുപ്പൊന്നുമില്ല, നോർമലി കേട്ടോ. അടുത്ത് വന്നേ, നമ്മളെ ഇവിടെ കുളിച്ചോണ്ടിരുന്നപ്പോ ഒരു പറഞ്ഞേ ടീഷർട്ട് ഊരണം. ടീഷർട്ട് ഊരിയില്ലെങ്കിൽ നമ്മുടെ അളവിടല്ല. അങ്ങനെ ആ ടീഷർട്ടൊക്കെ ഊരി കളഞ്ഞു കരയൊക്കെ കിട്ടി. രക്ഷയില്ലോ, പഴയ പോലെ സ്റ്റാമിനല്ല. ബാക്കിലൊക്കെ ഹോട്ടലിൽ ഇവിടെ നമ്മുടെ കുന്നും മലയുടെ വ്യൂ. ജയേഷാണ് ഇവിടെ. നമ്മളെ റൂം കാണിച്ചു തരട്ടോ. ഞാൻ റൂം കാണിച്ചില്ലല്ലോ. റൂം കാണിച്ചിട്ടോ. ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് കയറുക. ഫുൾ അന്ധകാരം. ഈ കാടിനടുത്ത് ഇങ്ങനെ കുത്തുക, ഒക്കെ ലൈറ്റ് വരും. ഇതാണ് നമ്മുടെ റൂം ക്ലീനിങ് വന്നിട്ട് എല്ലാം ക്ലീനാക്കി സെറ്റാക്കി. ലൈറ്റായിട്ട് ഫോഗ് മലയിലുണ്ട്. നേരത്തെ ഇതിലിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലട്ടാ. ഒരേ പൈപ്പ്. ഒരേ അടിയിൽ സ്വിമ്മിങ് പൂള്. ചമാരെ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി, ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കണ്ടില്ലേ ചട്ടിയിൽ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പുകയൊക്കെ പറഞ്ഞാണ് കൊണ്ടെന്ന് വെച്ചപ്പോൾ അന്യ പോയി. ജയേഷിൻ്റെ ഫേസൊന്നും കാണാനില്ല. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യും കേട്ടോ. നൂഡിൽസും പിന്നെ ഇത് എന്തൊട്ടത്തിൻ്റെ പേര്, ചിക്കൻ സിസ്ലേഴ്സ്, അങ്ങനെ സാധനം, നൂഡിൽസ്, പിന്നെ ജയേഷും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.